Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ഡാബി ആണെങ്കിൽ ഇപ്പോൾ ഓക്സിനെ വീണ്ടും അവന്റെ ആ ഒരു ിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ പിടിച്ചു വലിച്ച് തല്ലി തല്ലി കൊല്ലുകയാണ്. ഓക്സ് ആണെങ്കിൽ ഡാബിയെ നോക്കും, അവനങ്ങനെ ടെററായിട്ട് ചിരിക്കും. ഓക്സ് ഡാബിയോട് ചോദിക്കും, ഞാൻ നിന്റെ ഫ്രണ്ട് ട്വൈസിനെ അവനെ കൊന്നതുകൊണ്ടല്ലേ നീ ഇപ്രകാരം എന്നോട് ചെയ്യുന്നത്? ഡാബി ആണെങ്കിൽ അതിനൊന്നും മറുപടി പറയാതെ ചിരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഓക്സ് ആണെങ്കിൽ അത് കണ്ട് ഡബിൾ ഷോക്ക് ആവും. എന്തുപറ്റി, നിന്റെ ഫ്രണ്ട് മരിച്ചിട്ട് നിനക്ക് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാത്ത നിനക്ക് വിഷമമൊന്നുമില്ലേ? അവൻ പറയും, എത്രയൊക്കെ വിഷമമുണ്ടെങ്കിലും എനിക്ക് കരയാൻ കഴിയില്ല, കാരണം എൻ്റെ ടിയർ ഗ്ലാൻഡ് അത് പണ്ടേ കത്തിക്കരിഞ്ഞ് നശിച്ച് എനിക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. ഓക്സ് ആണെങ്കിൽ അത് കേട്ടൊന്ന് വണ്ടർ അടിക്കും. ആക്ച്വലി ചെറുപ്പത്തിൽ എൻഡവർ ആണെങ്കിൽ ഓക്സിനെ അവന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു സ്ഥിതിയിൽ അവനെ രക്ഷിച്ചതാണ്. അതുകൊണ്ട് തന്നെ എൻഡവറിനോടൊപ്പം നിന്ന് നല്ലൊരു സൂപ്പർ ഹീറോയായി മാറി ഈ ലോകത്തെ രക്ഷിക്കാനാണ് അവൻ ആഗ്രഹിച്ചത്. ഈ വില്ലന്മാരുടെ ഇടയിലേക്ക് വന്നപ്പോഴും ഇതിന്റെ ലക്ഷ്യം അത് മാത്രമായിരുന്നു. ഗറാക്കിയെ കുറിച്ചും അതുപോലെ തന്നെ ഡാവിയെ കുറിച്ചും അവരെ രണ്ടുപേരെ കുറിച്ചും നമ്മുടെ ഓക്സിനാണെങ്കിൽ യാതൊരു ഇൻഫർമേഷനും അവിടെ കറങ്ങി നടന്നിട്ട് കിട്ടിയില്ല. ഡാവി ആണെങ്കിൽ ഇപ്പോൾ ഓക്സിനോട് ചോദിക്കും, സത്യം പറയും, നീ ആരാണ്, എവിടെ നിന്ന് വന്നതാണ്? അത് കേട്ട് ഓക്സ് പറയും, നിനക്ക് എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കറിയേണ്ടത് നിന്നെക്കുറിച്ചാണ്, നീ ആരാണ്? അതിനവൻ പറയും, എനിക്ക് ഷിഗാഷി അതുപോലെ തന്നെ ലീഗ് ഓഫ് വില്ലൻസ് അവർക്കൊക്കെ എന്ത് സംഭവിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. എന്റെ ലക്ഷ്യം വ്യത്യസ്തമാണ്. എന്റെ ലക്ഷ്യവും സ്വപ്നവും അതുപോലെ സ്റ്റെയിന്റെ ലക്ഷ്യവും സ്വപ്നവും അത് രണ്ടും ഒന്നാണ്. നിങ്ങളെപ്പോലെയുള്ള ലോക്കൽ ഹീറോസിനെ കൊന്നു തള്ളണം. അതുമാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾക്ക് പ്രതിസന്ധിയായിട്ട് ആര് വന്നാലും അവരെ ഞങ്ങൾ തകർത്ത് കളയും. അതാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാ ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കും. അവിടെ ഉണ്ടായിരുന്ന സൂപ്പർ ഹീറോസും ആണെങ്കിൽ ആ നോമോസ് ആയിട്ട് കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്ത ഒറ്റകളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം എൻഡവറും ഐസമ മാസ്റ്ററും അവർ രണ്ടുപേരും ആ ബേസ്മെന്റിലേക്ക് വരും. ഇപ്പറും ഐസമ മാസ്റ്ററും അവർ രണ്ടുപേരും ചുറ്റും നോക്കും. ഇപ്പോ ചില സൂപ്പർ ഹീറോസ് ആണെങ്കിൽ വലിയൊരു നോമുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നോമുവിന് പറ്റുന്ന പരിക്കുകൾ അത് ഞൊടിയടയിൽ അത് ഹീൽ ചെയ്തുകൊണ്ടേയിരിക്കും. സൂപ്പർ ഹീറോസിനാണെങ്കിൽ എങ്ങനെ അതിനെ തോൽപ്പിക്കണമെന്നും തകർക്കണമെന്നും അറിയില്ല. അത് മനസ്സിലാക്കി പ്രതിസന്ധിയിൽ നിൽക്കുന്നവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഐസമ മാസ്റ്റർ അങ്ങനെ ചാടി വന്ന് ആ ഒരു നോമുയെ ഒറ്റയടിക്ക് പൂർണ്ണമായിട്ടും തകർത്ത് കളയും. ഒരു ഭാഗത്ത് മേരിക്കോ ആണെങ്കിൽ ബാക്കിയുള്ള നോമോസുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അവൾക്കാണെങ്കിൽ ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാവും, സമയം പോകുന്തോറും നോമോസിന്റെ പവർ അങ്ങനെ കൂടി വരികയാണ്. ആ ഡോക്ടറിന്റെ റിസർച്ചിന്റെ ഫലം അതിപ്പോ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇക്കോ ആണെങ്കിൽ അറ്റ് എ ടൈം 3 നോമോസുമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവറ്റകളോട് ഫൈറ്റ് ചെയ്ത ഡോക്ടറിനെ പിടിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അവളാണെങ്കിൽ അവറ്റകളെ തട്ടിമാറ്റി ഡോക്ടറിനെ ലക്ഷ്യമാക്കി ഓടും. ഉടനെ നോമു ആണെങ്കിൽ അവളുടെ കാല് അടിച്ചു വലിക്കും. മറ്റൊരു നോമു ആണെങ്കിൽ അവളുടെ മുടി പിടിച്ചു വലിക്കും. ആണെങ്കിൽ വേദനയോട് കൂടെ അവളുടെ മുടി അങ്ങനെ അറുത്ത് കളഞ്ഞ് ഇപ്പൊ വീണ്ടും എങ്ങനെയൊക്കെയോ ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തും. ഡോക്ടർ ആണെങ്കിൽ ഷിഗറാക്കിക്ക് വേണ്ടിയുള്ള എക്സ്പെരിമെന്റ് അത് കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം അത് കംപ്ലീറ്റ് ആക്കി അദ്ദേഹത്തിന്റെ പവർ പുറത്തു കൊണ്ടുവരാനാണ് ഡോക്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഷിഗറാക്കി ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാർ അത് തകർക്കാനായിട്ട് ആണെങ്കിൽ ചാടി വന്ന് അതിനെ അടിക്കാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം ഒരു നോമോ ആണെങ്കിൽ അവളെ അങ്ങനെ ചുരുട്ടി ലോക്ക് ചെയ്തെടുക്കുകയാണ്. അവളെ കൊണ്ട് അതിന് കഴിയുന്നില്ല. പക്ഷെ മേരിക്കോ ആണെങ്കിൽ അപ്പോഴും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവില്ല. എന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, ഞാൻ ഈ ഒരു എക്സ്പെരിമെന്റ് അത് കംപ്ലീറ്റ് ആവാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവൾ അത്രയും വേദനയിലും ചാടി വന്ന് ആ ഗ്ലാസ് ട്യൂബിൽ കിക്ക് ചെയ്യും. കരുതിയതുപോലെ ആ ഗ്ലാസ് ട്യൂബ് ബ്രേക്ക് ചെയ്യാൻ അവളെ കൊണ്ട് കഴിയില്ല. എങ്കിലും അതിലിപ്പോൾ വലിയൊരു സ്ക്രാച്ച് അത് വീണിരിക്കുകയാണ്. ക്രാക്കിലൂടെ ഇപ്പൊ അല്പം വാട്ടർ ലീക്കേജ് അത് സംഭവിക്കുകയാണ്. അവൾക്കാണെങ്കിൽ ഇപ്പൊ ഒരുപാട് സന്തോഷമാവും അത് കാണുമ്പോൾ. മറ്റൊരു ഭാഗത്ത് എൻഡവറും ഐസമ മാസ്റ്ററും അവർ രണ്ടുപേരും ഇവരുടെ മുൻപിൽ വരുന്ന നോമോസിനെ എല്ലാം തല്ലി തകർത്ത് മുൻപോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഐസമ മാസ്റ്റർ ആണെങ്കിൽ അവറ്റകളെ റീജനറേഷൻ പവർ അതിനെ ബ്ലോക്ക് ചെയ്ത് ബാക്കിയുള്ള സൂപ്പർ ഹീറോസിന് ഈസി ആയിട്ട് അവറ്റകളെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ കഴിയുന്ന പോലെ ആക്കി മാറ്റും. പക്ഷെ ആ സ്പെഷ്യൽ നോമോസ് അവറ്റകൾ അവർ കരുതും പോലെയല്ല. അവറ്റകൾക്ക് സ്വന്തമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. സോ അവറ്റകൾ മാക്സിമം ലോങ് റേഞ്ചിലേക്ക് പോയി ഇപ്പൊ ഐസമ മാസ്റ്ററെയും ബാക്കിയുള്ള സൂപ്പർ ഹീറോസിനെയും അറ്റാക്ക് ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. മറ്റൊരു ഭാഗത്ത് മേരിക്കോ ആണെങ്കിൽ അവളുടെ ഹോപ്പ് നഷ്ടപ്പെടാതെ ചാടി വന്ന് വീണ്ടും ആ ഗ്ലാസ് ക്യൂബിനെ കിക്ക് ചെയ്യും. ആ സമയത്ത് നല്ല രീതിയിൽ ഗ്ലാസ് തകർന്ന് വെള്ളം പുറത്തേക്ക് വരും. അങ്ങനെ ഒരു വിധത്തിൽ മേരിക്കോ ആണെങ്കിൽ ഡോക്ടറിന്റെ ആ ഒരു റിസർച്ച് അതങ്ങനെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. മേരിക്കോയുടെ അവസ്ഥ കണ്ട് എൻഡവർ ആണെങ്കിൽ അവൾ എങ്ങനെയൊക്കെയോ സേഫായി ഇപ്പൊ പുറത്തേക്ക് കൊണ്ടുവരും. അവസാന നിമിഷം വരെ അവൾ പോരാടി. എൻഡവറിനാണെങ്കിൽ ഇപ്പൊ മേരിക്കോയുടെ അവസ്ഥ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. അവളുടെ ബോഡി മുഴുവൻ ഒരുപാട് പരുക്കുകൾ പറ്റിയിരിക്കുകയാണ്. ആ പരുക്കളിലൂടെ ചോര എങ്ങനെ പുറത്തേക്ക് ഒഴുകും. ഓൾറെഡി അവൾക്ക് ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി അത് സംഭവിച്ചു കഴിഞ്ഞാൽ അവളുടെ ജീവന് തന്നെ അത് ആപത്താണെന്ന് മനസ്സിലാക്കി അദ്ദേഹമാണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഫയർ പവർ അതുപയോഗിച്ച് അവളുടെ മുറിവുകളിൽ സെയിൽ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അതിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് വരില്ല. എൻഡവർ ആണെങ്കിൽ ബാക്കി സൂപ്പർ ഹീറോസിനോട് പറയും, നമ്മൾ ഇതുവരെ ഫൈറ്റ് ചെയ്ത സാധാരണ നോമോസ് പോലെയല്ല ഇവറ്റകൾ. അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം അവറ്റകളുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ. മേരിക്കോ ആണെങ്കിൽ ഇപ്പൊ എൻഡവറിനോട് പറയും, ആ ഒരു ഡോക്ടർ
അദ്ദേഹം ആ നോമോസിന് ഷോക്ക് കൊടുത്തപ്പോഴാണ് അവറ്റകൾ അവേക്കനായി പുറത്തേക്ക് വന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഷിഗറാക്കിയെയും അദ്ദേഹം വലിയൊരു ഗ്ലാസ് ക്യൂബിൽ വെച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഗ്ലാസ് ഞാൻ തകർത്തു, പക്ഷെ ഒരു കാരണവശാൽ ആ ഡോക്ടർ അവന് പവർ കൊടുക്കാനായിട്ട് പാടില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ അവനും അവേക്കനായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ മൈക്കിനോടും മറ്റൊരു സൂപ്പർ ഹീറോയോടും എത്രയും വേഗം ആ ഡോക്ടറിനെ അവനെ തടയണമെന്ന് പറയും. ആ ഷിഗറാക്കി അവൻ പുറത്തേക്ക് വന്ന പിന്നെ എല്ലാം നമ്മുടെ കൈവിട്ടു പോകും. സോ എത്രയും വേഗം ആ ഡോക്ടറിനെ തടഞ്ഞേ പറ്റൂ. ഇവിടേക്ക് സൂപ്പർ ഹീറോസ് വരുന്ന അനുസരിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് ബാക്കപ്പിന് വരാമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞയക്കും. ഷിഗറാക്കി ആണെങ്കിൽ ഇപ്പൊ ഏകദേശം 75% പവർ അബ്സോർബ് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി ആ ഷോക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഉറപ്പായാലും അവേക്കനാവും. അത് മനസ്സിലാക്കിയ മൈക്കാണെങ്കിൽ ആളുടെ ഇലക്ട്രിക് പവർ ഉപയോഗിച്ച് ആ ഒരു ബാക്കിയുണ്ടായിരുന്ന ചില്ലുകൾ കൂടെ അങ്ങനെ തകർത്ത് ഷിഗറാക്കിയെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. പ്ലാൻ എല്ലാം ആസൂത്രണം ചെയ്ത ഡോക്ടറിന്റെ മുഖത്ത് തന്നെ ഒരു കിക്ക് കൊടുത്ത് മൈക്കാണെങ്കിൽ ഇപ്പോൾ ഡോക്ടറിനെ ലോക്ക് ചെയ്യും. ഡോക്ടറാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ആളുടെ എല്ലാ പദ്ധതികളും ഇപ്പൊ പൊളിഞ്ഞടങ്ങിയിരിക്കുകയാണ്. ഷിഗറാക്കിക്കാണെങ്കിൽ ഇപ്പോഴും ബോധം വീണിട്ടില്ല. ഷിഗറാക്കി അങ്ങനെ തന്നെ സേഫ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സൂപ്പർ ഹീറോയുടെ കയ്യിൽ ഏൽപ്പിച്ച് ഡോക്ടറെ മൈക്കാണെങ്കിൽ അങ്ങനെ പിടിച്ചു വലിച്ചെടുപ്പിക്കും. ആ ഡോക്ടർ ആക്ച്വലി ഷിഗറാക്കിയുടെ പവർ കൊണ്ടാണ് ഇത്രയും നാളും ജീവിച്ചത്. ആൾക്കിപ്പോ 120 വയസ്സ് പ്രായമുണ്ട്. ഒരാൾക്കും അത്രയും വയസ്സ് വരെ പിടിച്ചു നിൽക്കുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് ആ ഡോക്ടർ നോമൂസിനെ കുറിച്ചുള്ള റിസർച്ച് അത് ആരംഭിച്ചത്. അത് ഏകദേശം സക്സസിലേക്ക് അദ്ദേഹം കൊണ്ടുവന്ന് എത്തിച്ചു. ഡോക്ടർ ആദ്യം സൂപ്പർ ഹീറോസിനെയും ഗവൺമെന്റിനെയും ആയിരുന്നു ആ ഒരു നോമൂസിനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാനുമായിട്ട് സമീപിച്ചത്. പക്ഷേ അത് വളരെയധികം അപകടകരമായ ഒരു കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെന്റ് സൂപ്പർ ഹീറോസും അതിന് കൂട്ടുനിന്നില്ല. അങ്ങനെയാണ് നിരാശനായ ഡോക്ടർ ആൽഫാർ വണ്ണിനെ മീറ്റ് ചെയ്തതും അദ്ദേഹത്തിന്റെ നോമൂസിനെ കുറിച്ചുള്ള ഐഡിയ ആൽഫാർ വണ്ണുമായിട്ട് ഡിസ്കസ് ചെയ്തതും. പിന്നീട് അവർ രണ്ടുപേരും ചേർന്ന് ആ റിസർച്ച് അത് ആരംഭിച്ചു. അവന്റെ ബോഡിയിലെ ആ പവർ ഉപയോഗിച്ച് അവരാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് കാലം അങ്ങനെ ജീവിച്ചിരിക്കുകയാണ്. ഫോർ വൺ ആണെങ്കിൽ പോലീസിന്റെ കയ്യിൽ പിടിക്കപ്പെടുന്നതിന് മുൻപായിട്ട് ആളുടെ ബോഡിയിലുണ്ടായിരുന്ന എല്ലാ പവറും ആ ഡോക്ടറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു. അതിലുള്ളത് ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് പവർ മാത്രമാണ്. റിയൽ പവർ കയ്യിലുണ്ടായിരുന്ന ഡോക്ടർ ആണെങ്കിൽ ആ പവർ ഇപ്പൊ ഷിഗറാക്കിക്ക് കൈമാറി കഴിഞ്ഞു. സോ അവൻ അവേക്കനായി കഴിഞ്ഞ ആ ഒരു അൾട്ടിമേറ്റ് പവർ ഉപയോഗിച്ച് അവന് ഫൈറ്റ് ചെയ്യാൻ പറ്റും. ഇതാ ഇവിടെ ഷിഗറാക്കിയെ കാണിക്കും. അവന്റെ ഉള്ളിലാണെങ്കിൽ ആ പഴയ മെമ്മറീസ് അതൊന്നൊന്നായിട്ട് കടന്നു വരികയാണ്. അവന്റെ അച്ഛൻ, അമ്മ, ഗ്രാൻഡ് പാരൻസ്, സിസ്റ്റർ, അങ്ങനെ എല്ലാവരും അവന്റെ മനസ്സിലേക്ക് കടന്നു വരും. ആണെങ്കിൽ ഇപ്പൊ ആൽഫോർ വണ്ണിനെ തന്നെ അവൻ മെമ്മറിയിൽ കാണുകയാണ്. നമ്മുടെ ഹീറോ ഇസുക്ക് പയ്യൻ എങ്ങനെയാണോ ആ 1 for all പവർ മുൻപ് യൂസ് ചെയ്തിരുന്നവരെ കണ്ടിരുന്നത്, അതുപോലെ തന്നെ അവനും അത് കാണും. ആൽഫാർ വൺ ആണെങ്കിൽ അവനോട് ആ 1 for all പവർ അത് പൂർണ്ണമായിട്ടും എടുത്തോളാൻ പറയുന്നതായിട്ടായിരിക്കും അവന്റെ ഇമാജിനേഷനിലേക്ക് കടന്നു വരിക. അവൻ അതെല്ലാം കേട്ടും കണ്ടും അങ്ങനെ നിൽക്കും. ആൽഫാർ വൺ ആണെങ്കിൽ അവനോട് നിനക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനായിട്ട് പറയും. ഷിഗറാക്കി ആണെങ്കിൽ ഇപ്പോ അവന്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കും. ആ സമയം അവന്റെ വീട്ടിലുള്ളവരെല്ലാവരും അവനെ തടയാണ്. അടുത്ത നിമിഷം ഡമോറു ഷിഗറാക്കി അവരെ എല്ലാവരെയും തെറിപ്പിച്ച് ആ പഴയ മെമ്മറീസിനോട് അവൻ അങ്ങനെ വിട പറയാണ്. അത് അവൻ എന്നേക്കുമായിട്ട് ഇറേസ് ചെയ്യാനായിട്ട് തുടങ്ങും. അവനാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് 1 for all പവർ അതങ്ങനെ ആൽഫാർ വണ്ണിന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കും. കട്ട് ചെയ്ത പ്രസന്റിൽ ഇപ്പോ ഡമോറ ഷിഗറാക്കിയുടെ അടുത്തുണ്ടായിരുന്ന ഒരു വയറിൽ തട്ടി അവൻ അങ്ങനെ സ്പാർക്ക് അടിച്ച് അവന്റെ ബോധം തിരികെ വരും. അങ്ങനെ കൺ തുറന്ന് എല്ലാവരെയും ടെററായി നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വിബിസോഡ്.